പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വളരെ കൗതുകമുള്ള ഒരു കാഴ്ച നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിലെ നിരണം തെക്കുഭാഗത്തുള്ള തോട്ടുമട എന്ന് പറയുന്ന പ്രദേശമാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് എടത്വായിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സൈക്കിളില് വളരെ മുതിർന്ന ഒരു അച്ചായൻ ഒരു കൂടുമായിട്ട് യാത്ര ചെയ്യുന്നത് കണ്ടു. ഞാൻ അച്ചായന്റെ പേരും അച്ചായന്റെ നമ്പരും ഒക്കെ ഞാനന്ന് വാങ്ങിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അച്ചായനെ ഫോൺ വിളിച്ചതിന് ശേഷം ഇന്ന് അച്ചായന്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാണെങ്കിലും ഞങ്ങൾ എത്തിച്ചേരുമ്പോൾ തന്നെ വീടിന്റെ പുറകുവശത്തായിട്ട് അച്ചായന്റെ ഒരു പണിപ്പുരയുണ്ട്. ഒരു ചെറിയ പണിപ്പുര, വലിയ കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും അച്ചായൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇവിടെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഒറ്റാലുണ്ട്. അത് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ്. കാരണം ഒരു ഒറ്റാൽ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരുപക്ഷെ ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഷേപ്പില് ഇങ്ങനത്തെ ഒരു ഉപകരണമായിട്ട് ഇത് മാറുമ്പോൾ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ വരുമ്പോഴത്തേക്കും മനസ്സിലാകുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു മീൻ കൂടാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് പഴയ കാലത്ത്, ഇപ്പം പല ആളുകളും വീടുകളിൽ ഇത് കൗതുക വസ്തുവായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. തൊട്ടടുത്ത് തന്നെ കാണുന്നത് ഈ കൂടുകളും ഒറ്റാലും ഒക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ഈ മുളയുടെ വാരിയാണ്. ഏതാണേലും നമ്മുടെ കഥാനായകനായിട്ടുള്ള അച്ചായൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ചായ ഒരു കാര്യം എന്താണ്ട് ഇതൊന്ന് കുത്തിക്കും, മൈക്കൊന്ന് കുത്തിക്കോട്ടെ. അതായത് അച്ചായന്റെ പേരൊന്ന് പറഞ്ഞേക്കെ. എന്റെ പേര് അവറാച്ചൻ തോട്ടുമട. അവറാച്ചൻ തോട്ടുമട. ഞാൻ യാദൃശ്യമായിട്ട് കുറച്ച് നാൾ മുമ്പാണ് അച്ചായനെ അവിടെ വെച്ച് എടുത്തു വെച്ച് കാണുന്നത്. അപ്പൊ കണ്ടപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ചായൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള? ഈ രണ്ട് ഐറ്റം ഉണ്ടാക്കുന്നത്. ശരി. ഇതിപ്പോ എത്ര കാലങ്ങളായിട്ട് അച്ഛൻ ഉണ്ടാക്കുന്നുണ്ട്? ഇതിപ്പോ ഒരു 30 വർഷത്തോളമായി. 30 വർഷമായിട്ട്. അന്ന് വെച്ചാല് ഏതാണ്ട് ഒരു 25 വർഷത്തിന് മുകളിൽ, 3 പതിറ്റാണ്ടിനടുത്തായിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട അവറാച്ചായൻ. അത് ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനത്തെ ഒരു കൂട് അല്ലെങ്കിൽ ഒരു ഒറ്റാൽ ഉണ്ടാക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിന്? ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? അതിന് വേണ്ടുന്ന ഉപയോഗങ്ങള് കമ്പി, കയറ്, പിന്നെ വാരി ചെത്തി ഒരുക്കി അത് പരുവപ്പെടുത്തി കൊണ്ടുവന്ന് ചെത്തി ഒരുക്കാന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്യുന്നത്. ഇതെങ്ങനെ? ഇത് മുളയാ? മുള എവിടെ നിന്ന് അച്ഛനെ സംഘടിപ്പിക്കുന്നത്? മുള നമ്മുടെ ഇവിടെ അടുത്ത ഒരു സ്ഥലത്ത് നിന്ന് മേടിക്കുന്ന. ശരി. ഓക്കെ. 100 രൂപ കൊടുക്കണം ഒരു മുളയ്ക്ക്. അപ്പൊ ഒരു ഇത്തരത്തിലുള്ള ഒരു കൂടുണ്ടാക്കാൻ ഒരു 2 കൂട്, ഒരു മുള കൊണ്ട് 2 കൂട് ഉണ്ടാക്കാൻ പറ്റും. ശരി. ഓക്കെ. ഇപ്പൊ ഈ മുള കൊണ്ടുവന്നതിന് ശേഷം അത് മുറിച്ചിട്ട് പിന്നെ മുറിച്ച് ചെറുതായിട്ട് കീറും. ഇങ്ങനെ കീറിട്ട് രീതിക്ക് ചെത്തി മിനുക്കി എടുക്കുന്ന. അത് ശരി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കൂടുണ്ടാക്കാനായിട്ട് എത്ര സമയം എടുക്കും അച്ചായൻ? ഒരു 4 ദിവസം വരും. 4 ദിവസം എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കൂടുണ്ടാകുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഇതിന് അങ്ങനെ ആകുമ്പോഴത്തേക്ക് വലിയ പൈസ അച്ചാന് കിട്ടുമായിരിക്കുമല്ലോ? വലിയ പൈസ അവളിപ്പോ അങ്ങനെ നമ്മുടെ തൊഴിലല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? 1000 രൂപ. അതെന്താ അച്ഛാ ഇങ്ങനെ പറയുന്നത്? 4 ദിവസം കഷ്ടപ്പെട്ടിട്ട് 1000 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ? കഷ്ടപ്പാട് കൂലി പോലും കിട്ടത്തില്ലല്ലോ. അല്ല, വേറെ നമുക്ക് പണിയൊന്നും അറിയത്തില്ല. അല്ല, എന്നാ പോലും ഇത് ഇത്ര വലിയ അധ്വാനം ആവശ്യമുള്ള. അപ്പൊ നമ്മള് കഷ്ടപ്പെടുന്ന കൂലിയൊന്നും കിട്ടുന്നില്ല. അതൊന്നും ഇല്ല കൂലിയാ. പിന്നെ എന്നാ നമ്മള് പഠിച്ച പണി ഇല്ലയോ വിചാരിച്ച്. അത് ശരി. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ 4 ദിവസം വളരെയധികം കഷ്ടപ്പെട്ട് ഈ രീതിയിൽ മുളയെ വെട്ടിക്കൊണ്ടുവന്ന് വാരിയാക്കി ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ പൈസയാണല്ലോ. പറഞ്ഞാൽ എന്തായാലും കിട്ടും, എന്തായാലും തരും. അത് ശരി. ആരെങ്കിലും കൊണ്ടുവന്നാൽ എന്തായാലും തരും എന്നൊക്കെ വിചാരിച്ചു പോവുക എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം അല്ലെ, നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം അല്ല. അപ്പൊ ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്ന കേസൊന്നും അല്ല, പറ്റത്തില്ല. ശരി. ഓക്കെ. അപ്പൊ ഇതന്നെ ഇതിപ്പോ എന്താ ഇതെങ്ങനെ ഇരിക്കുന്നത്? നെയ്തോണ്ടിരിക്കുക. ശരി. അപ്പൊ ഈ വാരി ഇതുപോലെ ഇങ്ങനെ വെച്ച് കെട്ടുക. അത് ശരിയാ. ഈ ഇരിക്കുന്നത് ഇതുപോലെ കെട്ടാൻ വേണ്ടിയുള്ളതാണോ? അത് ശരി. അത് ശരി. അച്ഛൻ ഈ ഒറ്റാല് ഒറ്റാലെന്ന് പറയുന്ന സാധനം നമുക്ക് ഇതൊന്നും കാണിച്ചു. ഏതായാലും ഇതിന്റെ ഈ ഒറ്റാൽ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതിപ്പോ കണ്ടപ്പോഴത്തേക്ക് ഇതാണ് ഒറ്റാല് കേട്ടോ. നമ്മൾ ഇത് ആദ്യം ഇതൊന്ന് കണ്ടേക്ക്. ഇതാണ് ഒറ്റാല്. ഈ ഷേപ്പിൽ ഈ ഒരു സാധനം വായിക്കുന്നതിന്റെ പിന്നില് ഈ അവറാച്ചായന്റെ കഷ്ടപ്പാട് ഒത്തിരി ഉണ്ട്. ഓക്കെ. ഇതിന്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഈ ഒറ്റാൽ ഈ ഒരു പരുവത്തിലാകുന്ന? എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ച് ഇത് ചെയ്യുന്നത്? ഇതിനകത്ത് കമ്പി, ഒറിജിനൽ കമ്പി വേണം. കമ്പി വെച്ച് വലിഞ്ഞ് ഇങ്ങനെ കമ്പി വട്ടം മുറുക്കി. അപ്പൊ നല്ല ബലവാ. അത് ശരി. ഓക്കെ. നല്ല ബലമുള്ള സാധനമാണ്. ഒരു 2-3 വർഷം ഉപയോഗിക്കാം. 3 വർഷം ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ആ കൂടിനേക്കാളും കുറച്ചും കൂടെ കട്ടി തോന്നുന്നുണ്ട് ഇതിന്റെ വാരിക്ക് അല്ലേ? ഏറ്റവും കൊള്ളാവുന്ന ആ മുളയിലെ ഏറ്റവും നല്ല ചെവിട് ഭാഗം, ബലമുള്ള ഭാഗമാണ്. അത് ശരി. അപ്പൊ ഇതിന്റെ അകത്ത് ഇതുപോലെ ഒരു ചുറ്റുണ്ട്. പിന്നെ താഴെ ഈ കാണുന്നത് എന്താ? ഇതെന്താണ് ഈ കാണുന്നത്? താഴെ കാണുന്നത്
ഇത് അതിനകത്ത് ശകലം കമ്പിയുണ്ട്. ഇതിന്റെ അകത്ത് കമ്പിയുണ്ട്. അത് ബലൂൺസിന്. ബലൂൺ ഷേപ്പും ഒക്കെ കിട്ടാൻ വേണ്ടി. ഇത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഇട്ട് വരിക അതിന് ശേഷം അല്ലേ? പ്ലാസ്റ്റിക് ഇട്ട് വരിക. അപ്പൊ ഇതൊക്കെ കൂടുതലായിട്ട് എന്നത്തെ ഏത് സമയത്ത് ഇതൊക്കെ കൊണ്ടുപോകാറുള്ളത് ഒരു വർഷത്തില്? ഇത് നമ്മളെ ഒരു ഉദ്ദേശത്തിന്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് മാസങ്ങളിലൊക്കെ ആയിരിക്കും ഇതിനൊക്കെ കൂടുതൽ ചെലവ് വരുന്നത്? ഇതിന് ചെലവ് വരുവാന്ന് പറഞ്ഞാൽ വൃശ്ചമാസം ഒക്കെ ആകുമ്പോഴേ ഇതിന് നല്ല ചെലവ് വരും. അത് ശരി. വൃശ്ചമാസം വൃശ്ചിധാനു എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ പാടമൊക്കെ പറ്റുന്ന നല്ല ചെലവ്. അത് ശരി. ഓക്കെ. 2-3 ഒക്കെ ഉണ്ടെങ്കിൽ ചടൂന്ന് ആളുകൾക്ക് ആവശ്യമുള്ള അച്ഛാ, ഇതിനകത്ത് തന്നെ ഇന്നത്തെ കാലത്ത് ആളുകൾ ഇത് മീൻ പിടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആളുകൾക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു കൗതുകമുണ്ട്. അങ്ങനെ പല വീടുകളിലും ഇത്തരം സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞങ്ങൾ വന്നത്. അപ്പൊ ഈ കൂടെന്ന് പറഞ്ഞ സാധനം നമുക്ക് തണ്ടിതാണ്. നമുക്ക് കൂടൊരു പക്ഷേ നമുക്ക് എല്ലാവരും കണ്ടു പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ അകത്ത് ഞാൻ ഇതൊന്നും ചോദിച്ചോട്ടെ, ഇതെന്താ ഇങ്ങനെ ഈ ഷേപ്പ് ഇതിങ്ങനെ വെച്ചേക്കുന്ന എന്നാ ഇത്? അത് അതിനകത്ത് വെച്ചിരിക്കുന്നത് മീൻ അങ്ങോട്ട് കയറാനാ. അങ്ങോട്ട് കയറിയിട്ട് അകത്ത് കയറി കഴിയുമ്പോൾ മീൻ തിരിഞ്ഞേക്കും. അടിപ്പള്ളക്ക് കയറുന്ന മീൻ അറിയപ്പോത്തില്ല. അങ്ങനെ അതിന്റെ കാര്യം. ഇതുവഴിയാണ് മീൻ അകത്തോട്ട് കയറിയില്ലേ? കയറുന്ന മീൻ തിരിച്ചിറക്കത്തില്ല. അതിന്റെ സെൻട്രൽ അതിന്റെ വാ കിടക്കുന്നു. അത് ശരി. അതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ഇത് എടുക്കുന്നത് എങ്ങനെയാ? ഇവിടെ പുറകുവശം അഴിച്ച് പുറകിൽ ഇതിനുള്ള വാല് ഉണ്ട്. ഇതിന് വാലെന്നാ പറയുന്നത്. അത് ശരി. ഓക്കെ. വാലൊരു കെട്ടുണ്ടാവും. അത് ശരി. അപ്പൊ ഇതിന്റെ അകത്തുള്ള മീനെ ഈ വാല കട്ടായി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. മീൻ എടുക്കാം. അത് ശരി. ഓക്കെ. അതൊക്കെ തന്നെ. ഓക്കെ. ഇത് ഉണ്ടാക്കണമെങ്കിൽ 4 ദിവസം എടുക്കും. ഒറ്റാലാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ഒറ്റാല് 2 ദിവസം ആവും. 2 ദിവസം എടുക്കും. ഒറ്റാലൊക്കെ എന്നാ വിലക്ക് അച്ഛൻ കൊടുക്കുന്ന വെച്ചാ? ഇപ്പൊ 1000 രൂപയ്ക്ക് കൊടുക്കാം. 1000 രൂപയ്ക്ക്. ഞാനിത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കും അതിശയമാ. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന അതിന്റെ വില എന്ന് പറയുന്നത് വളരെ നിസ്സാരമാ. പിന്നെ ഇത് കഷ്ടപ്പാടാന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ തൊഴിലല്ലേ. അത് നമുക്ക് നമുക്ക് തരുന്നൊരു സന്തോഷം. നമുക്കൊരു സന്തോഷമാണ്. നിത്യമായ തൊഴില്. അല്ല, എന്നാന്നറിയോ ഞാനിത് പറഞ്ഞെന്നു വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ജോലി ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം നിന്നാൽ 1000 രൂപയാ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴും അച്ഛനക്ക് വളരെ നിസ്സാരം കിട്ടുന്നുള്ളതാണ്. അല്ല, അത് ശരി. അതെ, നമുക്ക് പിന്നെ ഇതൊരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമാണ്. സന്തോഷമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി പത്തനംതിട്ട ജില്ലയിലെ നിരണം തെക്കുഭാഗത്ത് തോട്ടുമട എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള അവറാച്ചായൻ എന്ന് പറയുന്ന ഒരു മുതിർന്ന വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നത് ഒരു കൂട് അല്ലെങ്കിൽ ഒരു ഒറ്റാല് അല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളുടെയൊക്കെ ഷേപ്പും അതിന്റെ ഭംഗിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഇത് ഈ രീതിയിലാകുന്നതിന് വേണ്ടിയുള്ള കഷ്ടപ്പാട് നമ്മളൊരു പക്ഷെ പലരും അറിയുന്നില്ല. ഏതാണെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കാൾ ഉപരിയായിട്ട് അതുണ്ടാക്കുകയും മറ്റും ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആനന്ദം പ്രധാനമായിട്ട് കാണുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട അവറാച്ചായൻ. ഏതാണേലും അവറാച്ചായന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഞാൻ അവറാച്ചായന്റെ ഫോൺ നമ്പറും മറ്റു കാര്യങ്ങളും നമ്മുടെ കൃത്യമായിട്ടുള്ള വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ള ആളുകൾ പ്രിയപ്പെട്ട അവറാച്ചാനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് മത്സ്യബന്ധനത്തെക്കാൾ ഉപരിയായിട്ട് കൗതുകത്തിനായിട്ട് കൂടുതൽ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇവിടെ വരാനായിട്ട് ഇടയായത്. ഏതാണെങ്കിലും എല്ലാവിധത്തിലുള്ള ആശംസകളും അച്ചായന് നേരുന്നു. താങ്ക് യു. അച്ഛാ, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അച്ചായനെ ഞാൻ കാണുന്ന ഇടത്തോ വെച്ചാ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ചായൻ എവിടെയൊക്കെ പോകാറുണ്ട് ഇത് കൊടുക്കാനായിട്ട്? ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏവൂര് മുട്ടം, ഹരിപ്പാട് ഏവൂര് മുട്ടം, കരിപ്പഴ, അതിനട്ടറമ്പല ഓ അത് ശരി. ഓക്കെ. പോവാറ് ഇപ്പൊ വയ്യ, പകലിലെ പോക്കൊന്നുമില്ല. എന്നാലും ഞാൻ അച്ഛനെ ഈ കാണുന്നത് അവസാനം കാണുന്നെന്ന് പറയുന്നത് പോലും ഏതാണ്ട് 10-12 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചാ. അപ്പം 10-25 കിലോമീറ്റർ ദൂരം വരെ അച്ഛനെ സൈക്കിളെ ചവിട്ടി പോയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ശരി. ഓക്കെ. ഏതാണെങ്കിലും ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പറയുക കേട്ടോ അച്ഛാ. ഓക്കെ. തീർച്ചയായും സന്തോഷം. ഓക്കെ. താങ്ക് യു.